കണ്ണൂർ പയ്യാമ്പലത്ത് തീരത്ത് കുളിക്കാനിറങ്ങിയ 3 പേർ തിരയിൽപ്പെട്ടിരിക്കുന്നു. 2 പേരെ രക്ഷപ്പെടുത്തു. ആശ്വാസമായി ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു. രക്ഷപ്പെടുത്തിയ 2 പേരുടെ നിലയും അതീവ ഗുരുതരമെന്നാണ് മനസ്സിലാക്കുന്നത്. ഫെലിക്സ് പുളിക്കൽ വിവരങ്ങളുണ്ട്. ഫെലിക്സ്, 2 കുട്ടികൾ മുങ്ങി മരിച്ച വാർത്ത പറഞ്ഞതേ ഉള്ളൂ. അതിന് പിന്നാലെയാണ് തിരയിൽപ്പെട്ട് 3 പേർ അപകടത്തിലാവുന്നത്. ഈ 2 പേരെ ഉടനടി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ? എവിടെയുള്ളവരാണ് അപകടത്തിൽപ്പെട്ടത്? ദിവിഷ, അല്പം മുമ്പാണ് ഈ പയ്യാമ്പലം തീരത്ത് ഈ അപകടം സംഭവിച്ചത്. പയ്യാമ്പലം തീരത്തിൻ്റെ ഒരു ഭാഗത്ത് ഏതാണ്ട് കിലോമീറ്ററോളം നീളമുള്ളതാണ് പയ്യാമ്പലം തീരം. ആ തീരത്തിൻ്റെ ഒരു വശത്താണ് ഇപ്പോൾ അപകടം സംഭവിച്ചിട്ടുള്ളത്. 3 കർണാടക സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. 8 പേരോളം ഉണ്ടായിരുന്നു. അവർ കർണാടകത്തിൽ നിന്ന് ഇവിടെ ഒരു റിസോർട്ടിൽ താമസിക്കുകയായിരുന്നു. അവിടെ നിന്നുമാണ് ഇവിടെ വന്ന് ഈ കുളിക്കാനായി ഇവിടേക്ക് വന്നത്. അങ്ങനെ ഇവിടെ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ 3 പേർ തിരയിൽപ്പെട്ടു. 2 പേരെ പുറത്തെത്തിച്ചു. പക്ഷേ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നത് പൾസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പൾസ് ഉണ്ടായിരുന്നില്ല എന്നതാണ്. പക്ഷേ ഈ പ്രഥമ ശുശ്രൂഷയൊക്കെ നൽകിയിട്ടാണ് അവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷേ അതീവ ഗുരുതരമാണ് 2 പേരുടെ നില. പിന്നീട് ഒരാളെയാണ് കിട്ടാനുള്ളത്. അയാൾ ഇതുവരെയും കിട്ടിയിട്ടില്ല. അയാൾക്കായുള്ള തിരച്ചിലാണ് ഇപ്പോൾ തുടരുന്നത്. നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഇവിടെ ഫയർഫോഴ്സിൻ്റെ ആളുകളൊക്കെ മുങ്ങിയൊക്കെ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ തീരത്തോട് ചേർന്നുള്ള പ്രദേശത്താണ് ഈ സംഘം തിരച്ചിൽ നടത്തുന്നത്. ഈ പ്രദേശത്ത്, അതായത് തീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടമല്ല, കുറേ മാറിയുള്ള സ്ഥലമാണ്. അവിടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതായത് ഈ പ്രദേശത്ത് അങ്ങനെ ഈ സമയത്തൊക്കെ കുളിക്കാൻ വരുന്ന ആളുകളുണ്ടെങ്കിൽ പരമാവധി അവരോട് മാറിപ്പോകാൻ പറയാറുണ്ട്. ചേട്ടാ, ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു? 2 ആളെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു. അവിടെ അവസ്ഥ വളരെ ഡേഞ്ചർ അവസ്ഥയിലാണ് ഉണ്ടായത്. അവർ കാരണം കുറേ ശ്രമിച്ചു. അവരെ പ്രഥമ ശുശ്രൂഷ കൊടുത്തു, പക്ഷേ അനക്കം ഉണ്ടായിട്ടില്ല, പൾസ് ഉണ്ടായിരുന്നില്ല. ആ 2 പേരിൽ ഒരാൾ കുറച്ച് വെയിറ്റുള്ള ആളാണ്. 8 പേരുണ്ടായിരുന്നു. അവർ 8 പേരും ഡോക്ടേഴ്സാണ് അവർ കൂടുതലുള്ള ആൾക്കാർ പറഞ്ഞത്. ഡോക്ടർമാരാണ്. പിന്നെ ബാംഗ്ലൂരിലെ ഡോക്ടർമാരാണ് അവർ കൂടുതലുള്ള ആളുകൾ പറഞ്ഞത്. അപ്പോൾ 8 പേര് ഇവിടെ കുളിക്കുക ഇങ്ങനെ ഇറങ്ങി. അപ്പം ഒരാൾ ചുഴിയിൽ പെട്ടവും മറ്റേ പേര് രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചായിരിക്കാം. ഡേഞ്ചർ സ്ഥലം. ഇവിടെ ഇറങ്ങാൻ പറ്റില്ലെന്ന് പലതവണ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളോട് പറയാറുണ്ട്. പക്ഷെ ആരും അങ്ങനെ കേൾക്കാറില്ല. പലതവണ നമ്മൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് വന്നിട്ട് പറയലുണ്ട്. പക്ഷെ ആരും അങ്ങനെ അവർ ആസ്വദിക്കാൻ വരുന്നതുകൊണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ മൈൻഡ് ചെയ്യാറില്ല അവർ. അതാണ്. പിന്നെ ഇവിടെയുള്ള റിസോർട്ടുകാരാണ് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഇങ്ങനെ കുളിക്കാൻ ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ. അപ്പോൾ അതാണ്, അതായത് ഇപ്പോൾ നിമിഷ ഏറ്റവും സങ്കടകരമായ കാര്യം രക്ഷപ്പെടുത്തിയത് ആശ്വാസകരമല്ല എന്നതാണ്. അവർക്ക് പൾസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരെ വളരെ വേഗം ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഫയർഫോഴ്സിൻ്റെ ആളുകൾ അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. വലിയ തിരമാലയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട്. പരമാവധി ഈ കാണാതായ ഒരാളാണുള്ളത്. ഈ 3 പേരും, അതായത് 8 സംഘമാണ്. 8 സംഘത്തിൽ 8 പേരും ഡോക്ടർമാരാണ്. ബാംഗ്ലൂരിൽ നിന്നുള്ള ഡോക്ടർമാരാണ്. അതിൽ 3 പേരാണ് തിരയിൽപ്പെട്ടത്. അതിൽ ഒരാളെ കണ്ടെത്തിയിട്ടില്ല. അയാൾക്കായുള്ള തെരച്ചിലാണ് ഇപ്പോൾ ഇവിടെ തുടരുന്നത്. ശേഷിക്കുന്ന 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. അവരെ അതായത് തിരയിൽപ്പെട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അവരെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. പുറത്തേക്ക് എത്തിച്ച സമയത്ത് അവർക്ക് പൾസ് ഉണ്ടായിരുന്നില്ല. അതിലും അവരെ ഇപ്പോൾ കണ്ണൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വളരെ അപകടം പതിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അത് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നില്ല. ചേട്ടൻ ഇവിടെ ഉള്ള ആളാണോ? അപകടം, ശരിയായ അപകടം ഒരു 5-6 ഈ ചുഴിയുള്ള സ്ഥലങ്ങളാണ്. അത് മനസ്സിലാക്കാണ്ട് ആൾ ഇറങ്ങുന്നതുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത്. ഇത് വേറെ ഒന്നുമില്ല. ആൾ പറഞ്ഞാൽ കേൾക്കുന്നുമില്ല. നമ്മൾ ഒരുപാട് പ്രാവശ്യം പോടെന്ന് പറഞ്ഞാലും ആള് നമ്മളെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുക. നിങ്ങളാരാ പറയാൻ നിലം പറഞ്ഞു. ഒരുപാട് പ്രശ്നം നടക്കുന്നു. സംഭവം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഇതറിങ്ങിയാലോ കളിക്ക് മദ്യത്തിലായിരിക്കും. എല്ലാവരും മദ്യത്തിലാണ് ഇറങ്ങുന്നു. സംഗതി എങ്ങനെയാണ് നടക്കുന്നത്? ഏതായാലും അനുസരിക്കുന്നില്ല. അതാണ് നാട്ടുകാർ പറയുന്നത്. ആളുകളോട് പറഞ്ഞ പലരും ഇത് അനുസരിക്കാറില്ല എന്നതാണ്. ഏതായാലും വലിയ അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്ത് ഇവിടെ ലൈഫ് ഗാർഡൊക്കെ ഉണ്ട്. പക്ഷേ ലൈഫ് ഗാർഡ് ഇപ്പോൾ 2-3 ലൈഫ് ഗാർഡ് ഉണ്ട്. പക്ഷേ അവർ ഈ പറയുന്ന കിലോമീറ്ററോളം നീളത്തിലുണ്ടാകില്ല. പല ഇടങ്ങളിലായിട്ടായിരിക്കും ഉണ്ടാവുക. പ്രധാനമായും സഞ്ചാരികൾ ധാരാളമായി കുളിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഇടത്താണ്. അവിടെ ആളുകൾ, അവിടെ ലൈഫ് ഗാർഡിൻ്റെ സംവിധാനവും സാന്നിധ്യമൊക്കെയുണ്ട്. പക്ഷേ ഇത് കുറേ ഇങ്ങോട്ട് മാറിയുള്ള സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ അത്തരത്തിൽ ഉണ്ടാകാറില്ല. അവിടെയാണ് ഇപ്പോൾ ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും തെരച്ചിൽ, ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ തുടരുന്നുണ്ട്. ഒരാളെയാണ് കിട്ടാനുള്ളത്. അയാൾക്കായുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഡോക്ടർമാരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ പയ്യാമ്പലത്തെ ബീച്ചിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. ഇപ്പോൾ നാട്ടുകാരൻ പറഞ്ഞു തന്നെ ശരിയാണ്. പറഞ്ഞാൽ കേൾക്കാറില്ല. അവസാനം പറയുന്നവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അവസ്ഥയാണ്.